ഗുരുവായൂരപ്പ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂപാളരാഗത്തിൻ ശീലുകൾ പുൽകും ഹിമഗണം നീരാടും പൊൻപുലരി കിഴക്കൻ ചക്രവാളം ചെഞ്ചേല വീശിയെത്തി കുങ്കുമച്ചെപ്പ് തുറന്ന പോലെ പട്ടാമ്പരത്തിൻ സ്നേഹാദരം പോൽ മിന്നി മിന്നി തിളങ്ങിൽപ്പൂ എന്നും നിൻ കേശഭാര കെട്ടിലമാരും മയിൽ പീലി ഒരു പൊൻപീലിയാ എന്നുള്ളിൽ പദമുയർത്തി അനലദീപ്തി തെളിയിച്ചു കരഘോഷമോടെ തെളിയിച്ചു കരഘോഷമോടെ. ഞാനിന്നിവിടെ ഹരിനാമ കീർത്തനത്തിലെ 6ാമത്തെ ശ്ലോകം, അതായത് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി, കർമ്മത്തിനും പരമ നാരായണായ നമ. ഇവിടെ നമുക്ക് എഴുത്തച്ഛൻ എന്ന ആചാര്യനെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു. ജീവൻ എന്താണ്, ജീവന്റെ ഉറവിടം എന്താണ്, ജീവന്റെ ഉദ്ദേശം എന്താണ്, ജീവന്റെ ലക്ഷ്യം എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹം അതിലൂടെ അനുഭവസ്ഥനായ ഒരു മഹാകവിയായിരുന്നു നമ്മുടെ എഴുത്തച്ഛൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നമ്മളിലൂടെ, അതായത് ഈ ഹരിനാമ കീർത്തനത്തിലൂടെ നമുക്ക് ആത്മീയതയിലേക്ക് എത്താൻ ഒരു പാതയുണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ടായി. അതുകൊണ്ട് ആചാര്യന് നമുക്ക് പ്രത്യേക നമസ്കാരം തന്നെ ഇവിടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മൂലപ്രകൃതി, ശ്രീമൂലപ്രകൃതി എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തിൻ്റെ തന്നെ ഭാഗമാണ് പ്രകൃതി, മൂലപ്രകൃതി, അമ്മ ദേവി നാരായണി. ആ അമ്മയുടെ പ്രാണനാണ് നമ്മളിലെല്ലാം കുടികൊള്ളുന്നത്. അപ്പോൾ സർവത്തിനും കാരണമായ ജഗൽക്കാരിണിയായ അമ്മ നമുക്ക് എല്ലാവർക്കും ജീവനും ജീവസത്തയും ഒക്കെ തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രകൃതി ഇല്ലെങ്കിൽ പ്രകൃതിയിൽ ജഡവസ്തുക്കളുമുണ്ട്, ജഡമല്ലാത്തതും, അതായത് നിത്യവുമുണ്ട്, അനിത്യവുമുണ്ട്. അതായത് നമ്മുടെ കർമ്മം കൊണ്ടാണ് ഇവിടെ ജന്മമെടുക്കുന്നത്. അപ്പോൾ ആ കർമ്മത്തിന് സാക്ഷിയായി സൂര്യഭഗവാനുണ്ട്. കൂടാതെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അവരും ദേവന്മാരാണ്. ദേവതമാരുണ്ട്, ലക്ഷ്മി, പാർവതി, സരസ്വതി, ദുർഗ, ഇങ്ങനെ ദേവികളുടെ ഉപദേവിമാരുണ്ട്. ഇവയെല്ലാം നമ്മുടെ കർമ്മത്തെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി, മായാപ്രകൃതി എന്ന് പറയുമ്പോൾ ജഡവസ്തുക്കളായി മാറുന്നത് മാത്രമേ മായയാകുന്നുള്ളൂ. ബാക്കിയെല്ലാം നിത്യമായ ഈശ്വര സാക്ഷാത്കാരങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രകൃതിയെ നമ്മൾ അമ്മയായി തന്നെ കാണണം. നമുക്ക് സർവ്വവിധമായ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി മായയായ അമ്മ ഈ പ്രകൃതിയിൽ സർവ്വതും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരത്തിനും അവരവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ്. നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കേണ്ടത്, ഇവിടെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കണം, സമഭാവനയോട് തന്നെ ആയിരിക്കണം ആ പ്രകൃതിയെ നമ്മൾ സമീപിക്കേണ്ടത്. കാരണം ഈ കാലത്ത് സ്വാർത്ഥതയുടെ കാലമാണ്. അവനവന് കിട്ടിയാൽ മാത്രം പോരാ, പിന്നെ ബാക്കിയുള്ളവർക്കും കൂടി അവിടെ സമ്പാദിച്ചു കൂട്ടണം എന്നുള്ളൊരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാർക്കും.
പക്ഷെ അത് പാടില്ല. നമ്മൾ പ്രകൃതിയിലെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് മറ്റുള്ളത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക. ഇവിടെ ആർക്കും ഒന്നും സമ്പാദിച്ചു വെക്കാനോ തിരിച്ചു കൊണ്ടുപോകാനോ പറ്റില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ അംഗീകരിക്കണം, പ്രകൃതിയെ പരിപോഷിക്കണം. ഓരോ ചെടിയെങ്കിലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ നടണം. ഒന്നുമില്ലെങ്കിൽ ഒരു തുളസി ചെടിയെങ്കിലും നമ്മൾ നമ്മുടെ മുറ്റത്ത് നട്ട് വളർത്തി അതിനെ വെള്ളം കൊടുത്ത് പരിപാലിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കൃഷി എത്ര ആനന്ദകരമായ കാര്യമാണ്. കൃഷി ചെയ്യുന്നവൻ യോഗിയാണ്. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാണ്. കൃത്യമായി അതിൻ്റെ സമയങ്ങളിലെല്ലാം ഇടയും വിളവും ഒക്കെ നോക്കി ഭംഗിയായിട്ട് ആ കൃഷി ചെയ്ത് കൊണ്ടുപോകുന്നവൻ ഒരു യഥാർത്ഥത്തിൽ കർമ്മയോഗിയാണ്. അവൻ സന്യസിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെ ഏത് കർമ്മത്തിലാണോ നമ്മൾ കൂടുതൽ, അതായത് അതിൻ്റെ ശ്രദ്ധയോടുകൂടി അതിനെ ഇഷ്ടത്തോടുകൂടി അതിനെ മനസ്സിലാക്കി ചെയ്യുന്നവൻ ഈ ലോകത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് കർമ്മയോഗി തന്നെയാണ് ഏറ്റവും വലിയ യോഗി. കാരണം സ്വകർമ്മത്തോടൊപ്പം ഈശ്വര ധ്യാനവും അവനുണ്ടായിരിക്കും. ഈശ്വരനെ പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്രകൃതി എന്നത് അമ്മയായി കണ്ട് അമ്മയെ സ്നേഹിക്കുകയും അമ്മയെ പരിപാലിക്കുകയും അമ്മയെ വന്ദിക്കുകയും ചെയ്യണം ഓരോരുത്തരും. അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാദ്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ.